AM കിച്ചൺ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ മീൻ കുളത്തിലുണ്ടായിട്ടുള്ള വാളമീനാണ് കേട്ടോ. ഇതെല്ലാം ഒന്ന് നന്നാക്കി വൃത്തിയാക്കി എടുത്തു. ഇനി നമുക്കിതൊരു മസാല ചേർത്തൊന്ന് വറുത്തെടുക്കാം. നമ്മൾ മുറിക്കണമൊന്നുമില്ല, അതുപോലെ നിർത്തി പൊരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 ചെറിയ സവാള, 2 കഷ്ണം ഇഞ്ചി, ഒരു 8 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 തണ്ട് കറിവേപ്പില, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കാം. ഇതാണ് നമ്മുടെ മസാല. അപ്പോൾ നമ്മുടെ മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പിന്നെ നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ മസാല ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. വേറെ മീനുകളുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇതൊന്നൊരു 3 എണ്ണം മാത്രം ഒന്ന് സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അരച്ചെടുത്തുള്ള നമ്മുടെ മസാലക്കൂട്ട് നമുക്ക് മീനിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് അതിലേക്ക് ഒന്ന് തിരിഞ്ഞ് കൊടുക്കാം. ഞാനിത് നേരത്തെ തന്നെ മുറിച്ചെടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു, വരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് മസാല തേച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങ നീരും കൂടെ ഒഴിക്കുന്നുണ്ട്, ഒരു മുറി നാരങ്ങേൻ്റെ. അത് ഞാനിപ്പോൾ ഇതിങ്ങനെ ഡബ് ചെയ്യുമ്പോഴാണ് കണ്ടത്, മറന്നുപോയായിരുന്നു. പിന്നെ ഞാനിത് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ട് പിന്നെയാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇതിന് നന്നായിട്ടൊന്ന് തേച്ച് വെച്ച് ഒന്ന് പിടിപ്പിച്ചെടുക്കാം. ഉള്ളിലും പുറത്തും അതിൻ്റെ തലഭാഗത്തും എല്ലാം നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ അത് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച മീൻ നമുക്ക് 2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇവിടെ ഇരിക്കട്ടെ, നല്ലോണം ഉപ്പും മുളകൊക്കെ ഉള്ളിലേക്കൊക്കെ ഒന്ന് ചെല്ലട്ടെ. അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ 2 മണിക്കൂറിന് ശേഷം ആ പാനടുപ്പത്തേക്ക് വെച്ച് ഗ്യാസൊക്കെ ഓൺ ചെയ്ത് തീ കത്തിച്ച് ഇനി നമുക്ക് നമ്മുടെ മീനൊക്കെ ഒന്ന് പുറത്തെടുക്കാം. പിന്നെ ഞാൻ നല്ല വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. നമ്മളിതൊന്ന് മുറിക്കുകയൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ചധികം വെളിച്ചെണ്ണ വേണം. അത്യാവശ്യം മീനൊന്ന് മൂത്ത് വരണമല്ലോ, അതിനു വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റുമാണ്. പിന്നെ മീനൊന്നും അടി പിടിക്കുകയൊന്നുമില്ല, അങ്ങനെയൊക്കെയാണല്ലോ എല്ലാവരും പറയണേ. പിന്നെ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ കറിവേപ്പിലയൊക്കെ ചേർത്ത് മൂപ്പിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മീനുകൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതാ ആദ്യത്തെ മീൻ ചേർത്ത് കൊടുത്തു. ഈ ഒരു ഫ്രൈ പാനിലേ ഈ മീൻ ഇതാ കറക്റ്റ് അളവാണ് കേട്ടോ. ഞാൻ ഓർത്തേന്നു ഇത് ചിലപ്പോൾ ഇതിൽ കൂടുതലുണ്ടാവില്ല എന്നുള്ളത്. കുഴപ്പമില്ല. അപ്പം നമ്മളങ്ങനെ 3 മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീര് നമുക്കിതിങ്ങനെ വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളിത് മറിച്ചിടുമല്ലോ, അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ഒന്നുകൂടെ ഒന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീര് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിടണം. അപ്പോൾ മറിച്ചിടണമൊന്നും വീഡിയോ എടുക്കാൻ പറ്റണില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു കയ്യിൽ ക്യാമറയും, പിന്നെ നമ്മളിത് മറിച്ചിടുമ്പോൾ അത് റിസ്ക് ആണല്ലോ. അപ്പോൾ ഞാൻ മറിച്ചിട്ടിട്ടാണ് നിങ്ങളിത് കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ ബാക്കി വന്നിട്ടുള്ള ആ മസാലയും കൂടെ ഞാനിത് അതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് വീണ്ടും മറിച്ചും തിരിച്ചൊക്കെ ഇട്ടുകൊണ്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുമല്ലോ. അപ്പം മസാലയും നല്ലോണം ഒന്ന് എന്താ പറയുക, കരിയൊന്നും ചെയ്യാതെ അവർ ഫ്രഷിൽ കിട്ടുകയും ചെയ്തോളും. അപ്പോൾ അതാ നമ്മുടെ മീൻ വറുത്തതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂടുതലൊന്നുമില്ല, നമുക്കിത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വന്തം മീൻ കുളത്തിലെ മീൻ വറുത്തതും കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഊണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.